ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനും ചേട്ടനും ഇവിടെ താഴെ ജംഗ്ഷനിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വണ്ടിയിൽ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണ് ചേട്ടനെ താഴോട്ട് ചേട്ടൻ എന്നെ ബാക്കിരുത്തിയാണ് കൊണ്ടുവന്ന് ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടുമായിട്ട് ജോലിക്ക് പോയി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് മുകളിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് പാല് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. എനിക്കിങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വണ്ടി ഇവിടെ വെക്കാൻ നോക്കും. പക്ഷേ ചേട്ടൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ചേട്ടന് ജോലിക്കൊക്കെ പോകാനായിട്ട് അതെന്തായാലും അത്യാവശ്യമായിട്ടും വേണം. അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ചേട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുപോയായിരുന്നു. അധികം വന്ന കറിയും ദോശയാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വന്നിട്ട് ചേട്ടനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. അപ്പം 3 ഇലകൾ വെച്ചിട്ടുള്ളൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെക്കുന്നത്, ഇങ്ങനെ ഇലയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അടുത്ത് വെള്ളം കുടിക്കാൻ പോവുകയാണ് കേട്ടോ. 8:30 മണിയായ സമയത്ത് ഞാൻ വെള്ളം കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വെള്ളം കുറഞ്ഞു പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി കടുപ്പം ഉണ്ടായിരുന്നു വെള്ളം. ചിലവരൊക്കെ തേനൊക്കെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ തേനൊന്നും ഉപയോഗിക്കാറില്ല, വെറും പട്ടയും ജീരകവും മാത്രമേ ഇട്ടേ വെള്ളം കുടിക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം വീടിനകം മൊത്തത്തിലൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും തൂക്കുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ കതക് വരെയും തൂത്ത് വന്നതിന് ശേഷമായിരിക്കും ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോകുമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കും. കാരണം മിക്കവരും ഞാൻ പുറത്തോട്ട് തൂക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ, അകത്തോട്ട് തൂക്കുന്നത് കാണാത്തവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അകത്ത് തൂത്ത് അടുക്കള വഴി പുറത്തോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഞാൻ തിരിച്ച് തൂത്തത് കേട്ടോ. അങ്ങനെ എൻ്റെ തൂക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മുറികളും കൂടെ തൂത്തു കേട്ടോ. വലിയ പൊടിയും ചവറും ഒന്നുമില്ല, എങ്കിൽ പോലും തൂത്തു. എബിയും കൂടെ വന്നാലാണ് ഇവിടെ ഫുള്ള് ചവറാവുന്നത് കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ പടം വരയ്ക്കണം, എന്തെങ്കിലുമൊക്കെ പേപ്പറുകളൊക്കെ വരച്ച് വെട്ടിയൊക്കെ ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവനാണുള്ളത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായതുകൊണ്ട് വലിയ ചവറും പൊടികളും ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് തന്നെ പേപ്പറെല്ലാം എടുത്ത് മാറ്റും. ഇപ്പോൾ രാവിലെ മാത്രം തന്നെയാണ് തൂക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും എബിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വൈകുന്നേരവും കൂടെ ഒന്ന് തൂത്ത് വിടും. 2 ദിവസം കൂടുമ്പോഴത്തേക്കും വീടിനകം മൊത്തം ഒന്ന് തുടച്ചൊക്കെ ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് 9 മണിക്ക് കഴിക്കാനുള്ള മുട്ടയും ഞാൻ വേവിച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇതുമുണ്ട് കേട്ടോ, പാലും കാച്ചി വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ വീടിനകമൊക്കെ തുടയ്ക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ വീടിനകം ഇപ്പോൾ 2 ദിവസമായി തുടച്ചിട്ട്. എന്നാലും ഇടയ്ക്കിപ്പോൾ മഴ പെയ്തത് കാരണം ചെളി കുറച്ച് അകത്തോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ അകമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തു കേട്ടോ. പിന്നീട് എനിക്കുണ്ടായിരുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ എബിൻ്റെ അലമാര ഒന്ന് ശരിയാക്കുക. എബിൻ്റെ മാത്രമല്ല, എബിൻ്റെയും എൻ്റെയും ചേട്ടൻ്റെയും സാധനങ്ങളൊക്കെ ആ ഒരു അലമാരയ്ക്കകത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അവൻ്റെ 2 അറയുണ്ട് കേട്ടോ. ആ 2 അറ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നല്ലതുപോലെ തന്നെ ഡ്രസ്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു. പാൻറ്റും ഷർട്ടും വീടിൻ്റെ ഡ്രസ്സും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെ എടുത്ത് കേട്ടോ. 1/2 മണിക്കൂറിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനിപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മാത്രമേ നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞിൽ ഉപയോഗിച്ച് ഒരുപാട് തുണിയൊക്കെ വേറെ കുറേ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീൻസൊക്കെ ഒരു ദിവസം ഇട്ട് ജീൻസ് വരെ ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയിപ്പോയതും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ജീൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ പാർട്ടി വെയർ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സ് മാത്രം അത് എങ്ങനെയോ മിസ്സായിപ്പോയി. എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയോ അത് മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയ സമയത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നാലും ഞാൻ താഴെ വിളിക്കാനായിട്ട് പോയി കേട്ടോ. ഞാനൊന്ന് കിടന്നപ്പോഴത്തേക്കും അത് ഉറങ്ങി ഒന്ന് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ എത്താറായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി വിളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. വിളിച്ചിട്ട് വന്ന് ചേട്ടനും ചോറൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ ഒന്ന് കിടന്നുറങ്ങി. ആ ടൈമിൽ 4 മണിയൊക്കെ ആകാറായി. പിന്നെ ഞാൻ ചായ ഇട്ട് കേട്ടോ. എനിക്ക് മാത്രം ഇട്ട് ഞാൻ ചായ ഇട്ടു. ചായയും കുടിച്ചു. ഇപ്പം എൻ്റെ പത്രം വായന എന്ന് പറയുമ്പോൾ 4 മണി ടൈമാണ് കേട്ടോ. ചായ കുടിക്കുന്നതിനോടൊപ്പം തന്നെ പത്രം വായിക്കുക, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മെയിൻ പരിപാടി എന്ന് പറയാം. അങ്ങനെയൊക്കെ കുറേ നേരം വരെ ഇരുന്ന് പത്രമൊക്കെ വായിച്ചു, കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അതിൽ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പണ്ട് ഇതുപോലെ പത്രമൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ വിശേഷപ്പെട്ട ലോകകാര്യങ്ങളൊന്നും നമ്മൾ തിരക്കാറില്ലല്ലോ. നമ്മളെപ്പോഴും അതിനകത്തുള്ള സിനിമ പേജായിരിക്കും ഞാൻ ആദ്യം എടുക്കുന്നത്. പിന്നെ സിനിമ കാണാനുള്ള ആ ഒരു ത്വരയിൽ ബാക്കി എല്ലാ വാർത്തകളും വായിച്ചിട്ട് അവസാനം പോയി സിനിമ പേജ് കാണും. പിന്നെ പഠിക്കേണ്ട ഒരു ടൈമൊക്കെ ആയ സമയത്ത് അതിനകത്തുനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ പടങ്ങളൊക്കെ ഉണ്ടെങ്കിലോ
എന്തെങ്കിലും കിളികളെയോ അത് എന്തെങ്കിലും പഠിക്കേണ്ട എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഞാൻ വെട്ടിയെടുത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഈ കുറേ നാൾക്ക് ശേഷം പത്രത്തിൽ കണ്ട സമയത്ത് ഞാൻ അങ്ങനെ കുറേ കൗതുകകരമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കിളികളുടെ ഫോട്ടോസൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ നേരം വരെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ തുണി അലക്കാനുള്ളതൊക്കെ അലക്കിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് താഴത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരത്താണ് ആ ജോലി ചെയ്തത് കേട്ടോ, നേരത്തെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം എനിക്ക് ഓസ് എടുത്ത് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ചേട്ടൻ്റെ കൊച്ചിൻ്റെ മകനാണ് കേട്ടോ, എബിയുടെ കൂടെയാണ് അവൻ പഠിക്കുന്നതെങ്കിൽ പോലും അവരും കൂടെയൊക്കെ എൻ്റെ കൂടെ അവിടെ വന്നിരുന്ന് കുറേ നേരം വരെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുന്ന കണ്ടപ്പോൾ പിന്നെ എബി വരാത്തതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. എബി ഇനി എന്ന് വരും, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നോടൊപ്പം തന്നെയായിരുന്നു കേട്ടോ. അവർ കുറേ നേരം വരെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സമയം പോകാൻ വേണ്ടി ഞാനും അവരുടെ അടുത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം അപ്പൂസ് വേറെ സ്കൂളിലാണ് കേട്ടോ, എബി പോകുന്ന സ്കൂളിലല്ല, വേറെ സ്കൂളിലാണ്. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് കേട്ടോ. എബിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൂസ് വേറെ സ്കൂളിലാണെന്ന്. അവർ നഴ്സറി മുതൽ ഇപ്പോൾ ഇത് 5ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ് കേട്ടോ. എന്നാൽ പോലും അവർ ഇപ്പോൾ വേറെ ക്ലാസ്സിലാണ്. അതിൻ്റെ സങ്കടം അവനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീയും അവൻ്റെ സ്കൂളിൽ തന്നെ പൊക്കോ, പിന്നെ വേറെ ക്ലാസ്സിലായിരിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ അവൻ്റെ സ്കൂളിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അവനും ഒരു ഇഷ്ടമുണ്ട് അവിടെ പോകാനായിട്ട്, പക്ഷേ വീട്ടിൽ നിന്ന് അവനെ വേറെ സ്കൂളിലോട്ടാണ് മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവന് വേറെ സ്കൂളിലോട്ട് ചേർത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇത് കുറേ നേരം വരെ അവരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത്രയും സ്പീഡിലിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കുറേ നേരം വരെ എൻ്റെ കൂടെ അവരുണ്ടായിരുന്നു. കുറേ നേരം വരെ അവിടെ സൈക്കിളൊക്കെ ചവിട്ടി കളിച്ചു കേട്ടോ. എബിയുടെ പഴയ സൈക്കിളുണ്ടായിരുന്നു, പിന്നെ കുട്ടൂസിൻ്റെ സൈക്കിളുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവർ കുറേ നേരം വരെ നിന്ന് കളിച്ചു. വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ന് കുളിക്കണം എന്നല്ല, എന്നും കുളിക്കാറുണ്ട്. വൈകുന്നേരത്താണ് കുളി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് ചില സമയത്തൊക്കെ രാത്രി 8 മണിക്കൊക്കെ കുളിക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്കൊരു വൈകുന്നേരത്തിന് ശേഷം കുളിച്ചാൽ തലമുടി ഉണങ്ങത്തുമില്ല, പെട്ടെന്ന് എനിക്ക് ജലദോഷം വരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ കുളിക്കുന്നത് 9 മണി 8 മണിക്കൊക്കെയാണ് ഞാൻ കുളിക്കുന്നത് കേട്ടോ. എന്നാൽ പോലും അങ്ങനെ കുളിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുവരേക്കും അങ്ങനെ ലേറ്റായിട്ട് കുളിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് ഇതുവരേക്കും ഒരു അസുഖം വന്നിട്ടില്ല. അത്രയ്ക്കും ചൂടായിരുന്നു കേട്ടോ ഈ വർഷം. എന്തായാലും ഭയങ്കര ചൂട്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും ലേറ്റായിട്ട് തന്നെ കുളിയൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കും കേട്ടോ അവർ, ആ പൈപ്പ് അടയ്ക്കുന്ന ആ ഒരു ഭാഗത്തോട്ട്. എനിക്കിത്തിരി പേടിയായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാലിന് ഇപ്പം എനിക്ക് ആ പടി നല്ല ഇങ്ങനെ ചാടി ഇറങ്ങാൻ പാടായതുകൊണ്ട് തന്നെയാണ് അപ്പൂസിനെ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ പടി വഴി ഇറങ്ങി ആ പൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് വിട്ടത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ അല്ലാതെ ഈ ഓസെത്താത്തടുത്ത് ചെടികളൊക്കെ വെള്ളം ഒഴിക്കണമല്ലോ, അതൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നിന്നു, ഞാൻ തന്നെ ഒഴിച്ചു കേട്ടോ. പിന്നെ ഇതാ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, കാരണം ഇന്ന് ചേട്ടൻ കൊണ്ട് പോകാത്തത് കൊണ്ടാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം, ഇന്ന് തന്നെ 2-3 വട്ടം വണ്ടി എടുത്ത് എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഉള്ളത് കൊണ്ട് അതൊരു സഹായമായി, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും നടന്നു പോകേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ എൻ്റെ പീനട്ടിലെ ചെടികളെല്ലാം കായകളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിലോട്ട് വലിച്ച് കെട്ടി വെക്കണം, ഇല്ലെങ്കിൽ വലിയ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് അതൊരു തടസ്സമായിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ ആ ഒരു കൊണ്ട മൊത്തത്തിൽ അതൊന്ന് ഒടിഞ്ഞു പോകും, ആ ഒരു രീതിയാവും. അതുകൊണ്ട് തന്നെ അത് മാറ്റി കെട്ടണം. പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയെല്ലാം ഒതുക്കി ചേട്ടനും ചായ ഇട്ട് കൊടുത്തിട്ട്, അതിൻ്റെ കൂടെ ചേട്ടന് മാഗി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനും ഒന്നും വൈകുന്നേരം ഇതുപോലെ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല, എബി ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒന്നും വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിനകത്ത് 2 മാഗി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് ചേട്ടൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വെങ്ങാനൂർ ബാങ്ക് വരെ വരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ വന്നു കേട്ടോ. അപ്പോൾ വെങ്ങാനൂർ ചെന്ന സമയത്ത് ഫുൾ ഇതുപോലത്തെ പ്രാണികളാണ് കേട്ടോ. മൊത്തത്തിൽ ATM-നകത്ത് വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു വെങ്ങാനൂർ മാത്രമെന്ന് വിചാരിച്ചു, പക്ഷേ വീട്ടിൽ വന്ന സമയത്ത് നമ്മളെ വീടിനകം ഇത് തന്നെയായിരുന്നു അവസ്ഥ. മൊത്തത്തിൽ ഈ ഒരു പ്രാണിയായിരുന്നു. മഴ പെയ്തിപ്പോൾ തുടങ്ങിയല്ലോ നന്നായിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇത് വരുന്നത്. അങ്ങനെ വീട്ടിൽ നേരെ വന്നു കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം എബിയെ കുറേ നേരം വരെ വീഡിയോ കോളൊക്കെ വിളിച്ചു, അവൻ്റെ കൂടെ കുറേ നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ അവനും ആദ്യം കൂടെ കടയിരിക്കാൻ കേട്ടോ. അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി അമ്മയും അച്ഛനുമായിട്ട് കടയിൽ പോയതുകൊണ്ട് തന്നെ, വിളനാട് കടയിൽ പോയതുകൊണ്ട് തന്നെ എബിയെ ആദ്യമാണ് കേട്ടോ കടയിലോട്ടിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടിടത്ത് കുറേ നേരം വരെയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ഡെയിലി ലൈഫിൽ നടന്ന എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ബൈ.